വിഷയങ്ങളിലുള്ള സുഖം ആരുടെയാണ്? ആത്മാവിൻ്റെ തന്നെ. എന്നാൽ അജ്ഞാനം കൊണ്ട് അതിനെ ആത്മാവിൽ നിന്ന് വേറിട്ട് മാനിക്കുന്നു, അത് പ്രാപ്തമാക്കുന്നതിന് പ്രയത്നിക്കുന്നു. ഈ അവിദ്യയ്ക്കു ശേഷം കാമമാണ്. ഇത് ഭോക്തൃത്വമാണ്. ഭോക്തൃഭാവത്തിൽ നിന്ന് കാമവും കാമത്തിൽ നിന്ന് ഭോക്തൃഭാവവും ഉണ്ടാകും. കാമം വിഷയഭോഗ അഭിലാഷം തന്നെയാണ്. അതുകൊണ്ട് ഭോക്തൃഭാവം വരുന്നു. ഭോക്തൃഭാവം കൊണ്ട് തന്നെ ഭോഗം സംഭവമാണ്. ഭോഗം കൊണ്ടാണ് നമ്മുടെയാകുന്നത്. മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത. ഗീതയെ അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ മഹാഭാരത യുദ്ധക്കളത്തിൽ ഉപദേശിച്ചതാണ്. അർജുനൻ പരിക്ഷീണനായി, കൃപണനായി, കാർപ്പണ്യദോഷം കൊണ്ട് ഉപഹത സ്വഭാവനായി, വിഷാദമഗ്നനായി നിൽക്കുന്നത് കണ്ട് 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ സൂത്രരൂപത്തിൽ മഹത്തായ ഗീതാ സന്ദേശത്തെ അർജുനന് കൊടുത്തു. ജിജ്ഞാസുക്കളായവരുടെ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ആന്തരാശയത്തെ മുഴുവൻ മനസ്സിലാകാത്ത അർജുനൻ വീണ്ടും തൻ്റെ സംശയങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ഉണർത്തിച്ചു. സ്പഷ്ടതയാ. അർജുനൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വിശദമായ ഭാഷ്യം നൽകിക്കൊണ്ട് താൻ ആദ്യം ഉന്നയിച്ച സൂത്രരൂപത്തിലുള്ള 2 ശ്ലോകങ്ങളെ അർജുനൻ്റെ സംശയവുമായി ചേർത്ത് വച്ച് വിശദീകരിച്ച് ഭാഷ്യം ചമച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ 2-ാം അധ്യായം പ്രവചിച്ചു. സംശയാലുവായ അർജുനന് വേണ്ടിയാണ് തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ വീണ്ടും ഭഗവത് വാർത്തികം വരുന്നത്. ഭഗവത്ഗീതയുടെ ഈ ഉന്നത ദർശനത്തെ അദ്വൈത ചിന്തയുടെ മൗലികത ഉൾക്കൊണ്ട ആചാര്യൻ ആദ്യ ശങ്കരാചാര്യജി ഭംഗിയായി ഭാഷ്യം ചമച്ചു. അനുസ്യൂതമായ പരമ്പര ഭഗവത് ഭാഷ്യത്തെ ആസ്പദമാക്കി, ആചാര്യ ഭഗവാന്റെ ഭാഷ്യത്തെ ആസ്പദമാക്കി വിദ്യാപരമ്പരയിൽ അന്യൂനമായി തുടരുകയാണ്. ആ പരമ്പരയിൽ നിന്നുകൊണ്ട് അതിലെ ഉന്നത ശിഷ്യരായ ആചാര്യന്മാരുടെ വചനങ്ങളെ ശ്രവിക്കുവാൻ, അവരുടെ വാക്കുകളെ ആവർത്തിച്ച് പറയുവാൻ, അവർ നമുക്ക് തന്ന ദർശന സവിശേഷതകളെ ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ്. അനന്താനന്ദത്തിൻ്റെ അസുലഭമായ ആത്മബോധത്തിൻ്റെ ലോകങ്ങളിലൂടെ മനുഷ്യാത്മാവിനെ കൂട്ടിക്കൊണ്ടു പോവുക എന്നത് ശ്രദ്ധേയമായ ഒന്നാണ്. ജീവിതം സ്വാധ്യായ പ്രവചനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് 49-ാം ശ്ലോകം, നീ കർമ്മഫലത്തിന് ഹേതുവാകരുത്, കർമ്മഫലത്തിന് ഹേതുവാകുന്നവൻ കൃപണനാണ്, നീ അകൃപണനായിരിക്കണം. ഇതിനെ അവലംബിച്ചുകൊണ്ട് നാം അധ്യാസത്തെയാണ് ആത്മാവിൻ്റെ
ആനന്ദൈകരസസ്വരൂപത്തെ അവിദ്യ കൊണ്ട് ആച്ഛാദിതമാക്കുന്നു. അങ്ങനെ സ്വയം ദീനനും ഹീനനുമെന്ന് മാനിക്കുന്നു. വീണ്ടും വിഷയങ്ങൾ കൊണ്ട് സുഖം പ്രാപ്തമാക്കുന്നതിനുള്ള ഇച്ഛയെ ചെയ്യുന്നു. അജ്ഞാനം കാരണം. ആവരണ വിക്ഷേപങ്ങളെന്ന മായാകാര്യങ്ങൾ കാരണം. വിഷയങ്ങളിലുള്ള സുഖം ആരുടെയാണ്? ആത്മാവിൻ്റെ തന്നെ. എന്നാൽ അജ്ഞാനം കൊണ്ട് അതിനെ ആത്മാവിൽ നിന്ന് വേറിട്ട് മാനിക്കുന്നു. അത് പ്രാപ്തമാക്കുന്നതിന് പ്രയത്നിക്കുന്നു. ഈ അവിദ്യയ്ക്കു ശേഷം കാമമാണ്. ഇത് ഭോക്തൃത്വമാണ്. ഭോക്തൃഭാവത്തിൽ നിന്ന് കാമവും കാമത്തിൽ നിന്ന് ഭോക്തൃഭാവവും ഉണ്ടാകും. കാമം വിഷയഭോഗ അഭിലാഷം തന്നെയാണ്. അതുകൊണ്ട് ഭോക്തൃഭാവം വരുന്നു. ഭോക്തൃഭാവം കൊണ്ട് തന്നെ ഭോഗം സംഭവമാണ്. ഭോഗം കൊണ്ടാണ് നമ്മുടെയാകുന്നത്. ഏതും ഭോഗം കൊണ്ടാണ് സ്വന്തമാകുന്നത്. കാമം വിഷയഭോഗ അഭിലാഷം തന്നെയാണ്. അതുകൊണ്ട് ഭോക്തൃഭാവം വരുന്നു. ഭോക്തൃഭാവം കൊണ്ട് തന്നെ ഭോഗം സംഭവവുമാകുന്നു. അതുകൊണ്ട് പരസ്പരാശ്രിതമാകയാൽ കാമത്തെ തന്നെയാണ് ഭോക്തൃത്വമെന്ന് പറയുന്നത്. കാമം ഏവം ഭോക്തൃഭാവം കൊണ്ട് വീണ്ടും കർമ്മമുളവാകുന്നു. അതായത് കർത്തൃത്വമുണ്ടാകുന്നു. ഭോഗത്തിൻ്റെ പൂർത്തി കർമ്മങ്ങളില്ലാതെ, കർമ്മം കൊണ്ടല്ലാതെ സംഭവമല്ല. ധനത്തിനുള്ള തീവ്രമായ ഇച്ഛയുണ്ടായാലാണ് വ്യാപാരവും മറ്റും തുടങ്ങുന്നത്. അപ്പോൾ കർത്തൃത്വമുണ്ടാകുന്നു. കർത്തൃത്വമുണ്ടായാലാണ് കർമ്മമുണ്ടാകുന്നത്. അതിനാൽ കർത്തൃത്വവും കർമ്മവും പരസ്പരാശ്രിതമാണ്, അന്യോന്യാശ്രയമുള്ളതാണ്. അതുകൊണ്ട് കർമ്മത്തെ തന്നെ കർത്തൃത്വം എന്ന് വിളിക്കുന്നു. ഇത് അവിദ്യാസംഘമാണ്, അവിദ്യാ പരിവാറാണ്, അവിദ്യാ പരമ്പരയാണ്, അവിദ്യാ സമ്പ്രദായമാണ്. അതായത് ശരീരാദി അധ്യാസം, ഭോക്തൃത്വം തഥാ കർത്തൃത്വം, ഇവ മൂന്നും അവിദ്യയുടെ പരമ്പര. ഈ അവിദ്യാ പരമ്പരയുടെ വിരോധിയായ പരമ്പരയാണ് കേവല ആത്മസ്വരൂപജ്ഞാനം. അത് വിദ്യാപരമ്പര. ആത്മാവ് ഏവം ശരീരാദി അനാത്മപദാർത്ഥങ്ങളെ വേറെയെന്ന് മനസ്സിലാക്കുന്നത് പ്രഥമമായി വിദ്യയാണ്. ഇത് അധ്യാസഭാഷ്യത്തിൽ ഭഗവാൻ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. തമേവം ലക്ഷണമധ്യാസം പണ്ഡിത അവിദ്യേതി മന്യന്തെ തദ് വിവേകേന ച വസ്തുസ്വരൂപാവധാരണം വിദ്യാമാഹു. തമേതമേവം, തം ഏതമേവം ലക്ഷണമധ്യാസം പണ്ഡിത അവിദ്യേതി മന്യന്തി. തദ് വിവേകേന, അതിൻ്റെ വിവേകം കൊണ്ട്, നച വസ്തുസ്വരൂപാവധാരണം വിദ്യാമാഹു. അവിദ്യ എന്നാൽ അവിദ്യാ പരമ്പരയിലെ ആദ്യത്തെ ആൾ, പൂർവോക്തമായ അധ്യാസമാണ്. അതായത് ആത്മാവും
അനാത്മാവും തമ്മിലുള്ള അധ്യാസം. വിദ്യാപരമ്പരയുടെ ആദ്യത്തെ സദസ്യൻ അനാത്മവിവേകപൂർവം ആത്മവസ്തുവിൻ്റെ സ്വരൂപജ്ഞാനമാണ്. ആത്മാവിൻ്റെ സ്വരൂപമാവട്ടെ പ്രസിദ്ധം തന്നെയാണ്. ആനന്ദൈകരസസ്വഭാവത ആത്മസ്വരൂപജ്ഞാനമുണ്ടായാൽ ആപ്തകാമന ഉളവാകുന്നു. ആപ്തകാമനായാൽ അകാമനയുണ്ടാവും. അങ്ങനെ ആത്മസ്വരൂപം പ്രകടമാകും. അതിൽ ആത്മസ്വരൂപം പ്രകടമായാൽ അതിൻ പ്രകാരം അകാമത ദൃഢമായിത്തീരും. മാത്രമല്ല പരിപക്വവുമാവും. ഇപ്രകാരം ക്രമേണ ഭോക്തൃഭാവത്തെ ഇല്ലാതാക്കുന്നതോടെ ഉഭയപ്രകാരത്തിൽ കർത്തൃഭാവവും ഇല്ലാതാവും. ഉഭയപ്രകാരം എന്നാൽ എന്ത്? ഒന്നാകട്ടെ, ഭോക്താവില്ലെങ്കിൽ കർമ്മം ആർക്കു വേണ്ടി ചെയ്യുന്നു? ചോദ്യമാണ്. ആത്മാനം ചത് വിജാനീയാത് അയമസ്മീതി പുരുഷഃ കിമിച്ഛൻ കസ്യ കാമായ ശരീരമനുസംജ്വരേത്. ആത്മാനം ചത് വിജാനീയാദയമസ്മീതി പുരുഷഃ കിമിച്ഛൻ കസ്യ കാമായ ശരീരമനുസംജ്വരേത്. ആത്മാവിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാനിതാണ്, എൻ്റെ സ്വരൂപം ഇതാണ് എങ്കിൽ പൂർണ്ണാനന്ദപ്രാപ്തി ഉണ്ടായാൽ പിന്നെ എന്തിച്ഛിക്കാനാണ്? എന്തിച്ഛയാണ് ശേഷിക്കുന്നത്? കസ്യ കാമായ, കസ്യ കാമായ, എന്താണ് ഇച്ഛിക്കാനുള്ളത്? ആർക്ക് വിഷയാനന്ദപ്രാപ്തി കൈവരിക്കാനാണ്? അപ്പോൾ മനസ്സിലാവും ഈ ആനന്ദം എൻ്റെ തന്നെ, ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. പുറത്തു നിന്ന് ഒരാനന്ദവും വരുന്നില്ലെങ്കിൽ അന്യ സ്വസമാനമായ ആത്മാവിൻ്റെ തന്നെ ഈ കാര്യം ഉളവാകുന്നു. അപ്പോൾ അയാൾ മറ്റൊരുവന് വിഷയാനന്ദത്തിനുള്ള പ്രേരണ പോലും ചെലുത്തുന്നില്ല, അതിനുള്ള ശ്രമവും ചെയ്യുന്നില്ല. അവൻ്റെയും കൂടി അജ്ഞാനമാത്രം ഇല്ലാതാക്കാൻ പ്രയത്നിക്കും. അതുകൊണ്ട് സ്വയം അകാമനായി മറ്റൊരുവൻ്റെ കാമനാപൂർത്തിയിലും കൂടി നിശ്ചിന്തനായി ഇരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഇച്ഛാപൂർത്തിക്കു വേണ്ടിയോ ആരുടെയെങ്കിലും ഇച്ഛാപൂർത്യർത്ഥം ശരീരം അനുസഞ്ചരേത്, ശരീര അനുസഞ്ചരണം ചെയ്യുമോ എന്നു പറഞ്ഞാൽ പ്രയത്നിക്കുമോ, കർമ്മം ചെയ്യുമോ, ശരീരത്തിനു പുറകെ ദുഃഖിക്കുമോ? ഈ മന്ത്രത്തിൻ്റെ വിസ്തൃത അർത്ഥം അന്യത്ര പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് സരളാർത്ഥമാണ്. ഇവ മൂന്നും വിദ്യാസമ്പ്രദായമാണ്. സ്വരൂപ സാക്ഷാത്കാരം, അകാമതാരൂപി പൂർണ്ണത, നൈഷ്കർമ്മ്യരൂപി മോക്ഷം. ഈ മൂന്നെണ്ണമാണ് വിദ്യാസമ്പ്രദായം. രണ്ട് വിരുദ്ധ പരിവാരങ്ങളുടെ വർണ്ണനയായി. ഒന്ന് അവിദ്യാപരിവാർ, രണ്ട് വിദ്യാപരിവാർ. ഇവ പരസ്പര വിരുദ്ധമാണ്, അതിദൂരഗാമികളാണ്. ദൂരമേതേ വിപരീതേ വിഷൂചി. അപ്പോൾ നാം വിചാരിക്കേണ്ടത് നമ്മൾ ഏത് സമ്പ്രദായത്തോട് ചേരുന്നു, ഇതിലേത് സമ്പ്രദായമാണ് നമ്മുടെ സമ്പ്രദായം. അതിൽ വികല്പമില്ല.
എന്നാൽ അവിദ്യാസമ്പ്രദായത്തിൽ ചേരുന്നു എങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കുവാനുള്ള ഉപായമെന്ത്? അത് കാരണം ഭഗവാൻ പറയുന്നു, ബുദ്ധൗ ശരണമന്വിച്ച. വിദ്യാസമ്പ്രദായത്തിൽ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് ഇതൊരു നിയമമല്ല. നേരത്തെ അവിദ്യയെ ഉപേക്ഷിക്കുക. അപ്പോൾ അകാമ നൈഷ്കർമ്മ്യ സിദ്ധി ലഭിക്കും. യമരാജൻ ഈ രഹസ്യത്തെയാണ് നചികേതസിന് തുറന്നു കൊടുക്കുന്നത്. വിദ്യാഭീപ്സിതം നചികേതസം മന്യേ നത്വാ കാമോ ബഹവ അലോലുപന്ത. കാമലോലുപതയുടെ അഭാവം ഉള്ളതുകൊണ്ട് വിദ്യാഭീപ്സ ഉളവാകുന്നതിൻ്റെ അനുമാനത്തിൽ യമരാജൻ മുഴുകുന്നു. അപ്പം കാമലോലുപതയുടെ അഭാവമുള്ളതുകൊണ്ട് നചികേതസ് വിദ്യാഭീപ്സുവാകുന്നു. യമരാജൻ അനുമാനിക്കുന്നത് ഇങ്ങനെയാണ്. കാമലോലുപതയുടെ അഭാവമുണ്ടായാൽ ഒരാൾ യഥാർത്ഥ വിദ്യാഭീപ്സു ആകാൻ തുടങ്ങുന്നു, ആയിത്തീരുന്നു. വിദ്യാഭീപ്സു ആയാൽ കാമത്തിൻ്റെ ശക്തി ഇല്ലാതാകും. കാമലോലുപത ശൈഥില്യം കൊണ്ടു തന്നെയാണ് ആരംഭിക്കേണ്ടത്. വിദ്യാപാരമ്പര്യത്തിലേക്ക് കടക്കുന്നതിന്, വിദ്യയെ ആരംഭിക്കുന്നതിന് കാമലോലുപത ശൈഥില്യം, ഇത് തന്നെയാണ് ഗീതയുടെ നിഷ്കാമകർമ്മത്തിൻ്റെ മൂലം. ഈ കഠമന്ത്രമാണ്. കാമപരിത്യാഗമില്ലാതെ വിദ്യാഭീപ്സു ആവില്ല. വിദ്യാപാരമ്പര്യത്തിൽ പ്രവേശമുണ്ടാവില്ല. കാമപരിത്യാഗം എങ്ങനെ? ഇതുമൊരു പ്രശ്നമാണ്. ഇതിൻ്റെ ഉത്തരം പൂർവശ്ലോകത്തിൽ വന്നു. നേരത്തെയുള്ള ശ്ലോകത്തിൽ യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ എന്ന് നാം കണ്ടതാണ്. സിദ്ധ്യോ സമോ ഭൂത്വ. ഇതിൻ്റെ അഭിപ്രായമെന്ത്? അതിൻ്റെ വർണ്ണനം ശ്രീമദ് ഭാഗവത ശ്ലോകത്തിൽ വരുന്നുണ്ട്. അസങ്കൽപ്പ ജയേത് കാമം ക്രോധം കാമവിവർജനാത്. അസങ്കൽപ്പ ജയേത് കാമം ക്രോധം കാമവിവർജനാത്. കാമത്തെ ജയിക്കുന്നതിനുള്ള വഴിയാണ് അസങ്കൽപ്പം. ഫലപ്രാപ്തി വിഷയകമായ സങ്കല്പത്തെ ഉപേക്ഷിക്കുക. സങ്കല്പപ്രഭവാൻ കാമാൻ, ഇപ്രകാരം ഗീതയിലും മുന്നോട്ട് കാണാം. ഈ അസങ്കൽപ്പത സമാധിയാണ്. അതുകൊണ്ടിതിനെ സമത്വയോഗമെന്നും പറയപ്പെടുന്നു. ഇതിനുശേഷം കർത്തൃത്വത്തിൻ്റെ ത്യാഗം സന്യാസം കൊണ്ട് ലഭിക്കും. അസങ്കൽപ്പരൂപി സമാധി കൊണ്ട് കാമത്യാഗം, ഏവം അകർത്തൃഭാവനാരൂപി സന്യാസം കൊണ്ട് കർമ്മത്യാഗം ഉണ്ടായാൽ കാമത്യാഗം ഏവം അകർത്തൃഭാവനാരൂപി സന്യാസം കൊണ്ട് കർമ്മത്യാഗവും ഉണ്ടാവും. അപ്പോഴാണ് വിദ്യോദയമുണ്ടാകുന്നത്. ഇവിടെ വളരെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ കാമത്തെ ജയിക്കുന്നതിനുള്ള വഴി അസങ്കൽപ്പമാണ്. ഫലപ്രാപ്തി വിഷയകമായ സങ്കല്പത്തെ ഉപേക്ഷിക്കുക. മനസ്സ്
സങ്കല്പങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാമം സങ്കല്പപ്രഭവമാണ്. സങ്കല്പപ്രഭവാൻ കാമാൻ എന്നാണ് ഗീത പറയുന്നത്. ഈ അസങ്കല്പത, സങ്കല്പം നിലയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സമാധിയായി. ശമം, ദമം, ഉപരതി, തിതിക്ഷ ഒക്കെ ആനുപാതിക സമാധിയെ തരുന്നത് സങ്കല്പങ്ങളെ വിടുന്നത് കൊണ്ടാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനമൊക്കെ ആനുപാതികമായി സമാധിയെ ഉറപ്പിക്കുന്നത് സങ്കല്പത്യാഗം കൊണ്ടാണ്. ആനുപാതികമായ സങ്കല്പത്യാഗം അവിടെയുണ്ട്. അപ്പം അസങ്കല്പം കൊണ്ട്, സങ്കല്പത്യാഗം കൊണ്ട് ആണ് സമത്വയോഗം നേടുന്നത്. അതിനുശേഷം സമത്വയോഗം കിട്ടിയാൽ അതിനുശേഷം സന്യാസം കൊണ്ട് കർത്തൃത്വത്യാഗം ഉണ്ടാവും. അസങ്കല്പരൂപി സമാധി കൊണ്ട് കാമത്യാഗവും അകർത്തൃഭാവനാരൂപി സന്യാസം കൊണ്ട് കർമ്മത്യാഗവും ഉണ്ടായാൽ കർമ്മത്യാഗം ഏവം അകർത്തൃഭാവനാരൂപി സന്യാസം കൊണ്ട് കർമ്മത്യാഗവും ലഭിക്കും. അപ്പോൾ വിദ്യോദയമുണ്ടാവും. അങ്ങനെയാണ് വിദ്യ ലഭിക്കുന്നത്. ആ വിദ്യ കൊണ്ട് അവിദ്യയെ മുഴുവൻ നിവർത്തിക്കാം. പ്രഥമ സാമാന്യ രൂപത്തിൽ, അതായത് അസങ്കല്പ സമാധി ഏവം സന്യാസം കൊണ്ട് ബാഹ്യകാമം ഏവം കർമ്മത്തിൻ്റെ ത്യാഗം ഉണ്ടാകുന്നു. പിന്നീട് വിദ്യ കൊണ്ട് അവിദ്യാനിവൃത്തി ഉളവായാൽ മൂലരൂപത്തിൽ കാമവും കർമ്മവും നിവൃത്തമാകുന്നു. മൂലരൂപേണ കാമകർമ്മങ്ങൾ നിവൃത്തമാകുന്നു. ആദ്യം ശാഖകളെ മുറിച്ചു. അവിദ്യാനിവൃത്തിയോടെ കാമകർമ്മങ്ങളുടെ മൂല ഉച്ഛേദം തന്നെ ഉളവായി. ഉത്തുംഗപ്രഭാവമായ അദ്വൈത സത്യത്തെ, ആത്മാവിൻ്റെ ആനന്ദൈകരസത്തെ ബുദ്ധിയിൽ ശരണാഗതനായി നേടുന്നതിനെക്കുറിച്ച് കർമ്മഫലഹേതുവാകാതിരിക്കുന്നതിന് വേണ്ടി അർജുനനെ നിമിത്തമാക്കി സമസ്ത മാനവികതയ്ക്കുമായി ഉപദേശിച്ച പരമാചാര്യനായ, ഗുരുക്കന്മാർക്ക് ഗുരുവായ ശ്രീകൃഷ്ണ ചൈതന്യൻ്റെ പാദരേണുക്കളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം.